അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. ഒരുമിച്ച് താഴെ വെക്കണേ. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം. റെഡി 1 2. അത്ര നല്ലതൊന്നല്ലെന്ന് എനിക്കറിയാം പാടുന്നത്, എന്നാലും ഇതൊക്കെ ഒരു ആഗ്രഹമല്ലേ. നിന്റെ തിരുനടയിൽ മന്ത്രത്താൽ പായുന്നേണ മായുന്നേണ കുതിര മാണിക്ക കല്ലാൽ തൊടാ. 2 റീല് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല ഗൈസ്. ഓൾറെഡി ലേറ്റായി, 10-15 മിനിറ്റ് ലേറ്റായി. ഞാനങ്ങ് പോവാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഓഫീസ് ടൈമിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ, രാവിലത്തെ ഫുഡ്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും. അത് ഏതൊരു പരിപാടി? രാവിലെയുള്ള ചൈന ബിസ്ക്കറ്റ് വേണോ? ചൈനയിൽ നിന്നുള്ള. വേറൊരു കാര്യമുണ്ട്, വിലയൊക്കെ എല്ലാത്തിനും കൂടി. ഒരു സാധനം ഇല്ലാതെ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. 12-12.5 ദിർഹംസൊക്കെ ആയിട്ടുണ്ട്. ഹോട്ടലുകാർ എങ്ങനെ മെസ്സ് നടത്തണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ടു ഒരു മിസൈൽ ഞങ്ങളുടെ അടുത്ത് വരെ, അതാ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പൊട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യം ഒത്തിരി പേര് എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. 1 സെക്കൻഡ്. ഹലോ. അങ്ങനെ എന്തോ ഒരു ക്ലോക്കോ ടൈമറോ അങ്ങനെ എന്തോ സെറ്റ് ചെയ്തൊക്കെ അവർ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മോശമല്ലേ? എനിക്ക് തോന്നുന്നു അതൊരു മോശം പരിപാടിയാണ്. കുറച്ച് ആൾക്കാർ അവരൊരു ഇതിൽ പെടുന്നു. ഐ മീൻ ഇതിലൊക്കെ ജാതിയും മതവും ബന്ധമൊക്കെ തന്നെ പ്രശ്നം. എല്ലായിടത്തും ഇത് തന്നെ. ഇതൊന്നും ഇല്ല എന്ന് എല്ലാവരും ഘോരം പ്രസംഗിക്കുക, എന്നിട്ട് ഇതിനു വേണ്ടിയാണ് അടിമൊത്തം. ദൈവമേ. കല്യാണം വിളിച്ചില്ലല്ലോ നീ? നിന്നെ എത്ര പേരാ തിരക്കുന്ന കല്യാണം? രാവിലെ ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത്, രാവിലെ നല്ല എപ്പോഴായാലും വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ഭയങ്കര മടിയായിട്ട് വന്നേക്കുക. മടിയൊന്ന് മാറ്റണമെന്നുണ്ട്, നമുക്ക് ശ്രമിക്കാം അല്ലേ. എന്താണെന്നറിയത്തില്ല നീ, എന്തെങ്കിലും ചെയ്യണം, സെറ്റാവണം എന്തായാലും. അപ്പോൾ എന്തായാലും രാവിലത്തെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫീസിലേക്ക്. എല്ലാ ദിവസവും ഇതേപോലെ തന്നെ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ടിറങ്ങും, പക്ഷേ വീഡിയോ മാത്രം എടുക്കത്തില്ല. വെയിൽ. ഇന്ന് യൂണിഫോം ഇടാത്ത വേറൊന്നുമല്ല, കഴുകിയിട്ടേക്കാണല്ലോ. ഇന്നലെ വ്യാഴാഴ്ചയാണ് എൻ്റെ ടേൺ, വാഷിംഗ് ടേൺ. അപ്പോൾ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു കുറച്ചുകൂടെ മീശ ഇവിടെ ഇങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിരിച്ചു വെക്കാമെന്ന്. നമുക്കത് കൂടെ വളർത്തി വെക്കാം, പിരിച്ചു വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത്രയും നാളത്തേക്ക് ഈ മുടികൾ ഇവിടെ കാണുമെന്നുള്ള അറിയില്ല. ഇവിടുത്തെ നശിച്ച വെള്ളം കാരണം കംപ്ലീറ്റ് മുടിയും പൊഴിയുക, ഹെവി പൊഴിയകം. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് വാഷ് ബേസിനിൽ ഇങ്ങനെ ഒന്ന് എണ്ണ ഇങ്ങനെ ഒന്ന് തേച്ച് പോണ്ട്. വാഷ് ബേസിൻ വൈറ്റ് കളറാണേ, മുടി വീണിട്ട് ഫുള്ള് പോയി കിടക്കണം. മീശയും താടിയും മുടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിരിക്കാം, അല്ലെങ്കിൽ പിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിരിഞ്ഞാ കുറച്ചെങ്കിലും ലേശം. ഓക്കെ, അപ്പോൾ പിന്നെ പോയാലോ? രാവിലെ ഫുഡ് കഴിക്കണം, ഓഫീസിലേക്ക് എത്തണം, ഒരുപാട് ജോലികൾ ചെയ്യണം. പോവാം. ഫുഡിൻ്റെ കാര്യത്തില്ല, ഫുഡ് ഇപ്പോൾ ഇച്ചിരി കൂടെ കഴിക്കണം, നല്ലപോലെ വെയിറ്റ് കുറഞ്ഞിരിക്കും. വെയിറ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഒരു 85 ഉണ്ടായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് താഴെ പോയിട്ട് 78 ആദ്യം 95 ആയിരുന്നു മുമ്പ്, അത് പിന്നെ 80 സംതിങ്ങിലേക്ക് പോയി. ഇപ്പോൾ 78 7 അത്രയൊക്കെ ആയി. അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഒതുക്കം എല്ലായിടത്തും വരും. പിന്നിപ്പോൾ എന്തായാലും അടുത്ത വരുന്ന നോക്കട്ടെ. മാക്സിമം നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹവും എനിക്കുണ്ട്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ഡെയിലിയും ഞാൻ വ്ളോഗ് ചെയ്യും. കാരണം എനിക്ക് മടിയില്ല. മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്യണ്ട, നമ്മുടെ കാര്യം മാത്രം നോക്കാൻ മതിയല്ലോ. നമുക്ക് വീഡിയോയിൽ വരുന്നതിന് പ്രശ്നമില്ല, പക്ഷെ മറ്റുള്ളവരങ്ങനെയല്ലല്ലോ. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കുറച്ചൊക്കെ വീഡിയോ എടുക്കാനുള്ളൊരു മടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഓഫീസിലേക്ക് പോവാം. ചോദിച്ചോ, അതിനു മുമ്പ് നമ്മളെന്നും ബ്ലോഗ് എടുക്കുന്ന സ്ഥലമൊന്നും വന്ന് കണ്ടില്ലെങ്കിൽ ആ സ്ഥലം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു കേട്ടോ. അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഒന്ന് വന്നതാ. അതേ കണ്ടില്ലേ നമ്മുടെ മിറർ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആക്ച്വലി ഇന്ന് എനിക്കൊരു 2 റീല് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല ഗൈസ്. ഓൾറെഡി ലേറ്റായി, 10-15 മിനിറ്റ് ലേറ്റായി. ഞാനങ്ങ് പോവാം കേട്ടോ.
അപ്പോൾ ഓക്കെ, എന്നെ കാണുന്നില്ലേ കേട്ടോ? ഇല്ല, ഇതിനകത്ത് ലൈറ്റ് കുറവാടേ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചധികം ലേറ്റായിപ്പോയി കേട്ടോ. 10-15 മിനിറ്റ് മുകളിൽ ലേറ്റായി. എത്രയായി? ഉഷ് ലേറ്റായിപ്പോയി. അപ്പോൾ നേരെ അങ്ങ് ഓഫീസിൽ പോട്ടെ. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് രാവിലത്തെ കുറച്ച് ഡിവൈസൊക്കെ ഡെലിവറിക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ എടുത്ത്. അപ്പോൾ അതെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഓഫീസ് ടൈമിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് ഫുഡ് കഴിക്കാം, രാവിലത്തെ ഫുഡ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇപ്പോൾ വരുന്നുണ്ടോ? വേറൊന്നുമല്ല, ചന്ദനത്തിരിയാ. ഹലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഈ ഡിവൈസുകൾ നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച ഡിവൈസുകളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ഇന്ന് ഡെലിവറി പോകേണ്ട ഡിവൈസുകളുണ്ട്, അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾക്ക് കാണണോ? അത് ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചേക്കാം. ഈ ലാപ്ടോപ്പേ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതേ എൻ്റെ ഒരു പ്രായങ്ങളാണ് കേട്ടോ. എന്നാൽ എനിക്കിതിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുമ്പോൾ എന്തോ കൂടുതൽ സ്പേസ് ഇവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാം സോഫ്റ്റ്വെയറിൽ. അപ്പോൾ ലോഗിൻ ചെയ്തു. നമ്മൾ നമ്മുടെ ഡിവൈസുകൾ ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വന്നു. കണ്ണൻ എടുത്തു. അടുത്തത് അപ്രൂവ്ഡ് ഡിവൈസുകൾ എടുക്കുന്നു. ഇയർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഇതുണ്ട്. പിന്നെ ഇപ്പോൾ കൊടുക്കാനുള്ള ഏതാ? ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. താണ്ടേ GD അല്ല, 2 എണ്ണം GD. സംഭവം ഒരു 2 ഡിവൈസ് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഡെലിവറി കൊടുക്കാനുള്ളൂ. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കാനുള്ള ഡിവൈസുകൾ എടുത്ത് കേട്ടോ. 2 എണ്ണേ ഉള്ളൂ. അത് 2 എണ്ണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പാക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിയും. അത് ഏതൊരു പരിപാടി? രാവിലെ ഉള്ള. അത് കഴിഞ്ഞാൽ പോയി അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് പോയി കാപ്പ് കുടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യട്ടെ. സെറ്റല്ലേ? ക്ലീനാക്കി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം, പാക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. യെസ്, കണ്ടോ? ഒരു ഡിവൈസ് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യും. പെർഫെക്റ്റ് അല്ലേ? എനിവേ പെർഫെക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ട് നമുക്ക് പോയി കാപ്പ് കുടിച്ചിട്ട് വരാം. സമയമായോ? ചൈന ബിസ്ക്കറ്റ് വേണോ? ചൈനയിൽ നിന്നുള്ള ബിസ്ക്കറ്റാണോ? ഒരുതരം സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ? പറഞ്ഞോ. സംഭവം ഭയങ്കര ക്രിസ്പിയും ചെറിയൊരു ഉപ്പും ചെറിയൊരു മധുരവും. എന്ത് വന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കാപ്പ് കുടിച്ചിട്ട് വന്നു. പിന്നെ വർക്കുണ്ടായിരുന്നു, ഒത്തിരി വർക്ക് ലോഡ് കിടക്കുന്നതാണ്. വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ഇതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോകാനുള്ള സമയമായി. അപ്പോൾ പോവാം. ഇനിയിപ്പോൾ കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, കുറച്ച് ടൈം ലഞ്ച് ബ്രേക്ക് കൂടുതൽ കിട്ടും കേട്ടോ. ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിൽ പോയിട്ട് നമുക്ക് കുറച്ച് സൊറ പറയാം. അയ്യോ അടഞ്ഞാൻ. അപ്പോൾ നേരെ നമുക്ക് ഇതിനകത്ത് ഇരുട്ടാണല്ലോ. അപ്പോൾ നേരെ നമുക്ക് റൂമിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യം, ഇനി വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് പറയുക എന്താണെന്നുള്ളത്. വേറൊരു കാര്യം, ഈ പറയാനുള്ള കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓർക്കുന്നെങ്കിൽ പറയാം, ചിലപ്പോൾ മറന്നുപോയി. ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്തുവെന്നറിയോ? നമ്മൾ ഈ രാജ്യങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കരമായ പറ്റിക്കലാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് ഞാൻ ഇവിടുത്തെ ഒരു ന്യൂസ് കേട്ടിരുന്നതാണ്. അതായത് ഇവിടുത്തെ എനിക്കൊന്ന് കൂടുതലും ഇത് മലയാളി വാർത്താ ചാനലുകളിലാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് യുദ്ധം നടന്നാലും എന്ത് നടന്നാലും ഇവിടെ ഒരു സാധനങ്ങൾക്കും വില കൂടില്ല, എല്ലാം നോർമലായിരിക്കും, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ
പറഞ്ഞിട്ട് വീഡിയോസ് പലതും കണ്ടിരുന്നു. ഞാനും ഓക്കെയാണ്, നമ്മൾ ഓക്കെ ശരിയായിരിക്കാം. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ഇത് വന്നതിന് ശേഷം പിന്നെ വന്നു ഏതോ 20-30 സ്ഥാപനങ്ങൾ വില കൂടുതൽ കൂട്ടിയ അത്രയും സ്ഥാപനങ്ങൾ മൊത്തം ഇവിടുത്തെ ഗവൺമെൻറ് അടച്ച് പൂട്ടിച്ച്. എവിടെ ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, വിലയൊക്കെ എല്ലാത്തിനും കൂടി. ഒരു സാധനം ഇല്ലാതെ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്രോസറിയിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന സാധനമൊക്കെ അതിൻ്റെ 2.5 ഇരട്ടി വിലയൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്കൊരു 4-4.5 ദിറംസിനൊക്കെ 1 കിലോ പഴം ഞാൻ ഒരു ഉദാഹരണം പറയാം, പഴം കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ ഇപ്പോൾ 12-12.5 ദിറംസൊക്കെ ആയിട്ടുണ്ട്. ഹോട്ടലുകാർ എങ്ങനെ മെസ്സ് നടത്തണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ എല്ലായിടവും ഉണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പടച്ചു വിടുന്നത് ഈ വാർത്താ ചാനലുകളെന്നൊന്നും എനിക്കറിയത്തില്ല. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഭയങ്കര വിഷയം, നമ്മുടെ നാട്ടിൽ മാത്രമേ യുദ്ധം ബാധിക്കുന്നുള്ളൂ, വേറെ എങ്ങും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ വില കൂടിയിട്ടുണ്ട്, ഇതാരും സമ്മതിക്കത്തില്ല ഇവിടെ ഉള്ളവർ, അതേ ഉള്ളൂ പ്രശ്നം. ആരും പറയത്തുമില്ല, കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, അതങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, എല്ലാവരും ആടപടലം നമ്മുടെ നാടിനെ നാറ്റിച്ച് നശിപ്പിച്ച് കളയും. ആ ഒരു കാര്യം ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് അറിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ യുദ്ധം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ അത്ര വലിയ എഫക്റ്റ് ചെയ്യുന്നതൊന്നുമില്ല, അതൊരു സത്യമാണ്. പക്ഷേ നടക്കുന്നുണ്ട്, കാര്യമായിട്ട് ഈ സാധനം നടക്കുന്നുണ്ട്. എപ്പോഴും പൊട്ടിത്തെറിയും ബഹളവും അലാറം വരലും അതും ഇതുമൊക്കെ തന്നെയാണ്. അതുപോലെ ചിലർ നമ്മുടെ നാട്ടിൽ ഉള്ളവർ ഈ യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും വീട്ടിലിരിക്കുന്നവരൊക്കെ വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്നലെ ഞാൻ കണ്ടു ഒരു മിസൈൽ ഞങ്ങളുടെ അടുത്ത് വരെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പൊട്ടിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർ വിചാരിക്കും ഇവിടെ പൊരിഞ്ഞ യുദ്ധവും പൊരിഞ്ഞ അടി, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം പ്രശ്നമാണ്. പ്രശ്നമുണ്ട്, യുദ്ധമല്ലയോ നടക്കുന്നത്, നമുക്കറിയാം നാളെ നമ്മൾ കാണുമല്ലോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ലോകം മൊത്തത്തിൽ നടക്കുക, അങ്ങനെ എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് പറയാനൊന്നും പറ്റത്തില്ല, നമ്മളൊക്കെ കാണുമോ ഇല്ലയോ, നമുക്കൊന്നും പറ്റത്തില്ലയോ ഇല്ലയോ. അപ്പോൾ ഇത് ഉണ്ട്, ഇത് ഒക്കെയാണ്, നമ്മളത് ഇതുമായിട്ട് പോകാനേ പറ്റൂ. അല്ലാതെ യുദ്ധമുണ്ട് അതുകൊണ്ട് മിസൈൽ വരുന്നത് ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്, ആകാശത്തൂടെ എവിടെയെങ്കിലും ഒരു ഈ മിസൈൽ ഇങ്ങനെ പോകുന്നതിൻ്റെ ലൈറ്റ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ചില സമയങ്ങളിലൊക്കെ കാണാൻ പറ്റും, ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ വെച്ചിട്ടത് മറ്റേ നമ്മുടെ ഇവിടെ നിന്ന് ഉള്ള മിസൈൽ ചെന്നിട്ട് അത് രണ്ടും കൂടെ ക്ലാഷായി പൊട്ടിത്തെറിച്ച് പോകാറുണ്ട്. അങ്ങനത്തെ സംഭവമാണ് കാണുന്നത്. ആ പൊട്ടിത്തെറിച്ച് പോകുന്നതിൻ്റെ പീസൊക്കെ വന്ന് വീണിട്ടാണ്, പലരുടെയും പുറത്ത് വീണിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ 1-2 മിസൈലൊക്കെ അവിടെ ഇവിടെ വീഴൂടെ, ഇതൊക്കെ നടക്കല്ലേ, ഇതിങ്ങനെ അടിച്ച് കൊല്ലാൻ വേണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ നടക്കും, അതിനകത്തിന് വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ഈ ചില ആൾക്കാർ റൂമിനകത്തിരുന്നിട്ട് ഇത് വാർത്തയിൽ കണ്ടിട്ട് ആ കണ്ട സംഭവം അത് മനസ്സിൽ വെച്ചിട്ട് വീട്ടിൽ വിളിക്കുമ്പം വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, പിന്നെ ഞാൻ കണ്ടു മിസൈൽ ഇങ്ങനെ വന്ന് ജസ്റ്റിനെ മാറിപ്പോയി കൊടുത്തേ എന്നൊക്കെ പറഞ്ഞോളെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചിലരങ്ങനെ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയും പൊലിപ്പിച്ച്, അതൊന്നും വിശ്വസിക്കേണ്ട, അത്ര ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളൊക്കെ സേഫാണ് എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് വരെ. ഓക്കെ. പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊരു ഫ്രണ്ടുണ്ട് ഇസ്രായേലിൽ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയുന്നത്, എല്ലാ ദിവസവും യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. എന്ന് വെച്ചാൽ യുദ്ധമില്ലാത്ത സമയം വേണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം, യുദ്ധമുള്ള സമയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അത്ര അധികം കാണും എന്ന് പറയും. എന്ന് വെച്ചാൽ നാലുപാടുന്നും ആൾക്കാർ അങ്ങോട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കാം, നിങ്ങളൊക്കെ അറിയാവുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതലും ആൾക്കാർക്ക് അറിയാവുന്നത് അവർ അവിടെ നിന്ന് ബാക്കിയുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതായിരിക്കാം. എനിക്കും അറിയത്തില്ല, അങ്ങനെ ആയിരിക്കാം, നമുക്ക് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ അറിയില്ല. എന്തായാലും ആ ഒരു രാജ്യത്തിനെ പല രാജ്യങ്ങൾ കൊല്ലാൻ നോക്കുന്നുണ്ട്, അതായത് ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും എന്തോ നടക്കാൻ പോകുന്നത് എന്തോന്നൊന്നും നമുക്കറിയില്ല, അതൊക്കെ ഓക്കെ. എന്തായാലും നമ്മുടെ അവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ ഇതുവരെ സേഫാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നന്നായി പോട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ജീവിക്കട്ടെ. അവിടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടെന്നേ. അപ്പോൾ നാട്ടിലിതൊന്നും കഷ്ടപ്പാടുകളൊന്നും ആർക്കും അറിയില്ലല്ലോ, എല്ലാവർക്കും കിട്ടുന്നത് വീതം വെച്ചങ്ങോട്ട് എടുത്താൽ മതി. അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. കഷ്ടപ്പാടുകൾ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. സോ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും എന്നതാണ്. എന്നാൽ പിന്നെ ഓക്കെ. ഹലോ മൈക്ക് ടെസ്റ്റ്, എവിടെ മൈക്ക്? ഓക്കെ. സംഭവം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയാണ്. ഞാൻ
കൊതി കൊണ്ട് ചാടില്ല. കാരണം കഴിച്ച് ഞാനത് മടുത്തു സത്യം പറഞ്ഞു. ഇപ്പോൾ ബിരിയാണി അങ്ങോട്ട് കിട്ടി, ഞാനിപ്പോൾ അത് ഒരു ബിരിയാണി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ മേടിക്കാറുള്ളൂ. എന്നിട്ട് പറയും ബാക്കി വേണ്ട, പകുതി ഇത്ര മതി എന്ന് പറഞ്ഞ് കുറച്ചേ കഴിക്കാറുള്ളൂ. അതിനോടുള്ളൊരു കമ്പം അങ്ങ് മാറിയെന്നേ. കാര്യം നോമ്പ് സമയം മൊത്തം ബിരിയാണി കഴിപ്പായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരിതില്ല ഇപ്പം. അപ്പോൾ ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ റൂമിൽ വന്നത് നമുക്ക് 12:30 കഴിയുമ്പോഴത്തേക്ക് കഴിയും ഡ്യൂട്ടി. എന്നിട്ട് പിന്നെ ഇനി 1:30 2 മണിയാകുമ്പോഴേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു 1.5 മണിക്കൂർ ബ്രേക്ക് ടൈമാണ് ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ആയതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നൊരു 1:30 ആകുമ്പോഴത്തേക്ക് കഴിക്കാൻ പോകും. വിശപ്പായില്ല അതുകൊണ്ട്. കാര്യം നമ്മളിന്ന് കഴിച്ചപ്പോഴാണ് രാവിലെ 10 മണിയായെന്ന് തോന്നുന്നു അല്ലേ? അത്രയും കണ്ടായി. സോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി കഴിക്കാം. ഹലോ, സംഭവം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തി. അപ്പോൾ വർക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ടൈം തീരെയില്ല എന്നൊരവസ്ഥ ഉണ്ട്. സോ കണ്ടിന്യൂസ്ലി വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നോക്കട്ടെ, എന്നാലും ഞാൻ മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. കാര്യം ഒത്തിരി പേര് എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. 1 സെക്കൻഡ്. ഹലോ, പറഞ്ഞു. ഈ സെറ്റ് ഇന്ന് പറയണമെന്ന് അപ്പോൾ പറയാം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ചുറ്റും കുറേ പേര് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമ്മളെന്താ ചെയ്യുക? നമ്മളെന്ത് ചെയ്യും? നമ്മൾ റിയാക്ട് ചെയ്യൂലേ? നമുക്ക് നിലനിൽപ്പിന് വേണ്ടി നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇസ്രായേലെന്ന് കുറച്ച് പേർ പറയുന്നുണ്ട്. അവിടെ താമസിക്കുന്നവർ, വർക്ക് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവരൊക്കെ. കാരണം അവരുടെ രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യക്കാരും ഡെയിലി ബോംബിടലും വെടിവെപ്പും. കഴിഞ്ഞ ആഴ്ച അവരുടെ അവിടെ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്നൊരു ബസ്സിൽ തൊട്ടടുത്തുനിന്നോ മറ്റോ എവിടെ നിന്ന് വന്ന ഒരു അറബി എന്നാണ് പറഞ്ഞത്, അറബി കയറിയിട്ട് 3-4 പേരെ വെടിവെച്ചു എന്ന് പറഞ്ഞു. ഓ ഷിറ്റ്, എന്തും ഇത്. പക്ഷേ അപ്പം തന്നെ അവിടെ അടുത്തൊരാളിരുന്ന ആൾ മറ്റേ പുള്ളിയെ വെടിവെച്ച് കൊന്നു. കാരണം അവിടെ ഈ സിവിലിയൻസിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട് ഇസ്രായേലിൽ. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. സിവിലിയൻസ് എന്ന് പറയുമ്പോൾ അവർ മുമ്പ് മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തവരായിരിക്കും കേട്ടോ. ഒരുപാട് പേരും ആ രാജ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പട്ടാളം സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ വിഷയം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ ഇറാൻ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് 2030 ഇസ്രായേൽ ഈ ഭൂമിയിൽ കാണത്തില്ല, എല്ലാത്തിനും കൊന്നൊടുക്കുമെന്ന്. അങ്ങനെ എന്തോ ഒരു ക്ലോക്കോ ടൈമറോ അങ്ങനെ എന്തോ സെറ്റ് ചെയ്തൊക്കെ അവർ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മോശമല്ലേ? എനിക്ക് തോന്നുന്നു അതൊരു മോശം പരിപാടിയാണ്. കുറച്ച് ആൾക്കാർ അവരൊരു ഇതിൽ പെടുന്നു. ഇതിലൊക്കെ ജാതിയും മതവും ബന്ധമൊക്കെ തന്നെ പ്രശ്നം. എല്ലായിടത്തും ഇത് തന്നെ. ഇതൊന്നും ഇല്ല എന്ന് എല്ലാവരും ഘോരം പ്രസംഗിക്കുക. എന്നിട്ട് ഇതിനു വേണ്ടിയാണ് അടിമൊത്തും. ദൈവമേ, എന്തെങ്കിലും ആവട്ടെ. നമ്മളിതൊക്കെ എന്തിനാ പറയുന്നില്ലേ? ഞാൻ കുറേ ആയിട്ടുണ്ടെന്നേ ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമുള്ള സ്ഥലം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കും. ശരിക്കുള്ള ശരി ആരും പറയുന്നില്ല. അത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് എന്തോ ഒരു വിഷമം. നമ്മൾ പറഞ്ഞ എന്താ, ഞാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും കുറ്റം പറയുമായിരിക്കും ആരെങ്കിലും. പ്രശ്നമില്ല. ഇതൊക്കെയാണ് കേട്ടോ. ഞാനപ്പോൾ വർക്ക് തീർക്കട്ടെ. എന്നിട്ട് അടുത്ത ദിവസങ്ങളിലേക്കുള്ള വീഡിയോസ് എന്തൊക്കെയാണെന്നുള്ളത് ഈവനിങ്ങിലോ നൈറ്റോ അങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എടുക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഈ വീഡിയോ എന്തായാലും ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും. ഇന്ന് വെള്ളിയാഴ്ച എടുക്കുന്ന വീഡിയോ. ഇനിയിപ്പോൾ രാത്രി പോയി ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ കിടക്കുന്ന സമയത്തായിരിക്കും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നാളെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വർക്ക് കുറവുള്ളപ്പോഴും വലിയ പ്രശ്നമില്ല കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷെ വർക്കിപ്പം ഉണ്ട്, 2-3 ദിവസമായിട്ട് നല്ല വർക്കുണ്ട്. സോ ഒരുപാട് സമയം അല്ലെങ്കിൽ ഇതിനായിട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോലും ഇപ്പം പറ്റത്തില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ട്
പിന്നെ ബാക്കി ഇനി എന്തെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, വർക്കോട് വർക്ക്. അപ്പോൾ എന്താ ഈ വ്ലോഗ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വെട്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് വെട്ടം നോക്കാം, അനുസരിച്ച് ചെയ്യാം. ഓക്കെ, എനിവേ ഞാനേ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ. നിങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടാൻ എണ്ണമുണ്ട്. അത്ര നല്ലതൊന്നുമല്ലെന്ന് എനിക്കറിയാം പാടുന്നത്, എന്നാലും ഇതൊക്കെ ഒരു ആഗ്രഹമല്ലേ. നിന്റെ തിരുനടയിൽ നറുനെയ്ത്തിരി കതിരായി ആരുമറിയാതെ എന്നും വീണെരിഞ്ഞിടാം, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നും ഈ ശ്രീലകം ധന്യമായിടൂ, ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രികയായി, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. പിന്നെ കാണാം. നമുക്ക് ചായ കുടിക്കാൻ പോകാം. നമുക്ക് ചായ കുടിക്കാൻ പോകാം. ആ പുറകീന്ന് വിളിച്ച് എപ്പോ? എങ്ങനെ? കല്യാണം വിളിച്ചില്ലല്ലോ നീ? നിന്നെ എത്ര പേരാ തിരക്കുന്ന? കല്യാണം വിളി അങ്ങോട്ട്. ഈ ചെറുക്കൻ്റെ കല്യാണം അതാ ഇവൻ്റെ കേട്ടോ. നിങ്ങളെയൊക്കെ വിളിച്ചോ? ഏപ്രിൽ 25 എല്ലാവരും വരിക. അവൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തേക്കാം, എല്ലാവരും പോകണം കേട്ടോ. ഇൻവിറ്റേഷൻ കാർഡ് ഇൻവിറ്റേഷൻ കാർഡ് വന്നാ റെഡിയായ? അതിൻ്റെ ഒരു ഫോട്ടോ തരണേ. ഞാൻ അത് പറഞ്ഞിട്ട് അറിയില്ല. അതെ, ബാ ചായ, ബർഗറും ചായയും എന്നിട്ട് അത് മോശമായിപ്പോയി. ഞങ്ങളുടെ കമ്പനി കേട്ടാ എവരിബഡി. വാ, അവര് പോയി, ചായ കുടിക്കാൻ പോവാം. മന്ത്രത്താൽ മായുന്ന അല്ല പായുന്ന കുതിര. മന്ത്രത്താൽ പായുന്നയാണോ മായുന്നയാണോ കുതിര? മാണിക്ക കല്ലാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ. അപ്പൊ അങ്ങനെ നമ്മൾ എന്നാ ഇവിടെ ചായ കുടിക്കുന്നത്? അങ്ങ് പോവാന്നാണ് മട്ടണ്ണം പറയുന്നത്. അങ്ങ് പോവാ, അതാകുമ്പോ കുറച്ച് കാഴ്ചകളും കാണാം. കാഴ്ചകൾ കാണാം, അത് ശരിയാ. നല്ല വെയിലായി തുടങ്ങിയല്ലോ. ചൂടാണ്. നരഹത്തിലെ കോഴി. ഹലോ, എല്ലാവരെയും വിളിച്ചേക്കാം. താത്ത അവിടെ ഇല്ലല്ലേ? അയ്യോ ഇല്ല, വണ്ടി നോക്കേ. അയ്യോ അതല്ല കേട്ടോ, ഞാൻ വിചാരിച്ചേ നാട്ടിൽ ഇറങ്ങി മറ്റേ ടാറ്റയുടെ വണ്ടിയാന്ന്. അവർക്കെന്തോ ആവാലോ. മന്ത്രത്താൽ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒക്കെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടേണ്ണൻ. മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ ക്യാ കോച്ചരേ ഭായ്. അല്ല എന്തോ സാധനം ഇപ്പം എടുത്തത്? അത് മതി, അത് മതി. ബനാന ബോൾ, ബനാന ബോൾ, ബനാന ബോൾ. ഉണ്ണിക്കുട്ട ബനാന ബോൾ, ഉണ്ണിക്കുട്ട ബനാന ബോൾ. ഉണ്ണിക്കുട്ടന് എന്ത് ബോൾ വേണം? ഇതാണ് ബനാന ബോൾ ഗൈസ്, ദിസ് ഈസ് ബനാന ബോൾ. നല്ല മധുരമാണെന്ന് തോന്നുന്നു കേട്ടോ. മധുരത്തിൻ്റെ ഒരു മണം അടിക്കുന്നു. കുഴപ്പമില്ല, വലിയ മധുരം ഇല്ല.
കഴുത്തിന് പിടിച്ച് വെക്കുകയല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. യാ നിങ്ങളുടെ ചായയുടെ വീഡിയോ എടുത്തോളാം. ചായ റെഡി. ചായ പ്ലസ് കടി. കടി എന്താ ഫോക്കസ് ആവാത്തേ? ഫോക്കസായി. ആഹാ എന്താ രസം കടി കാണാൻ. ഇത് പഴമാണ് കേട്ടോ, ഇതിനകത്ത് ചെറിയൊരു മധുരമുണ്ട്. കൊള്ളാം. അൽ മുട്ടേണ്ണൻ, അൽ ബിനോജ്. ഞാൻ അടുത്ത ആള് അല്ല ഉണ്ണിക്കുട്ടൻ. ചായ കുടിച്ചിട്ട് കാണാം. ഒറ്റ മിനിറ്റ് വിടല്ലേ ഒരുമിച്ച് താഴെ വെക്കണേ. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ അടിച്ച് ഓടിച്ചാലേ അവളെ. എന്നാ എല്ലാവരും കണ്ട് കൊതിവിട്. എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കുന്നതെന്നുണ്ടോ? വാ അതെന്തോന്നു അതില്ല മാവ് ഒഴിച്ചുണ്ടാക്കിയിട്ടേക്കണല്ലേ. അപ്പം ശരി, നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഓഫീസിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുമല്ല ലൈറ്റൊക്കെ പോയി തുടങ്ങി അല്ലേ ഉണ്ണിക്കുട്ടാ? ഇനിയിപ്പം നമുക്ക് വലിയ വീഡിയോ എടുക്കാനുള്ള ലൈറ്റൊക്കെ പോയി തുടങ്ങുവാണ്. വാ അപ്പോൾ ഞങ്ങളെന്തായാലും ഈ ഒരു ബ്ലോഗ് ഇത് വളരെ ചെറുതാണോ വലുതാണോ എനിക്കറിയത്തില്ല. രാവിലെ തൊട്ട് ഞാൻ കുറേശ്ശെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ ശരി അല്ലയോ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അവർ തെറ്റിദ്ധരിച്ചോ എന്തോ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം.